Good afternoon, sir. Okay, Asha, good afternoon. Hi, Good sir. Good afternoon. afternoon. Shahid Puros, good afternoon. Sajina, good afternoon. Good Good afternoon. afternoon, sir. Good afternoon. Yes, Good afternoon, Asif, sir. Farida, Fatima, Marlene, Good afternoon, Ravi, sir. Nancy, Selena, yes, Situ, good afternoon. Ekund Nancy, ഇപ്പോഴോ ഓക്കെ യെസ് ഓക്കെ സജിന ഓക്കെ ഷാമി യെസ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പോ ഇന്ന് നമ്മുടെ ടീച്ചറുടെ ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത് നാളെ ടീച്ചർ പകരം കയറുന്നതാണ് കേട്ടോ ടീച്ചർ എടുക്കുന്നത് ടീച്ചർക്ക് വേറെ പരിപാടി ആയതുകൊണ്ട് നോക്കാം യെസ് ഹരിത ഓക്കെ ഓക്കെ നാളെ അപ്പോ ടീച്ചർ ഓക്കെ പ്രസീത ഗുഡ് ആഫ്റ്റർനൂൺ യെസ് അപ്പൊ നമുക്ക് ആരംഭിക്കാം അല്ലേ ഇന്നത്തെ ഗായകനെയൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ യെസ് അപ്പൊ അതൊക്കെ ഓക്കെ ഷാനിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഓക്കെ ആശ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ നോക്കാം യെസ് അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിനെ കുറിച്ച് ഒന്നിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം അതൊക്കെ ഷാനിക്ക് അറിയാം ആൻസി ഷാനിയുടെ കൺട്രോളിലാണ് അതൊക്കെ യെസ് ഓക്കെ അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് ഒന്നിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ഐ എച്ച് ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എടുക്കുകയായിരുന്നു പോവുകയായിരുന്നു വാസ് അല്ലെങ്കിൽ വേറിന്റെ അർത്ഥമായിരുന്നു എന്നാണ് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൂചിപ്പിച്ചു ഐ സബ്ജക്റ്റ് ആവുമ്പോൾ വാസ് വരും പക്ഷെ ഐ കഴിഞ്ഞാല് വേറെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞത് അൺറിയൽ കണ്ടീഷനാണ് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഐ കഴിഞ്ഞാല് വാസ് ഉപയോഗിക്കില്ല വേറെ ഉപയോഗിക്കും അൺറിയൽ കണ്ടീഷൻ യെസ് അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് യെസ് ഇനി നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ആ വാചകത്തെ കുറിച്ച് ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഞാനൊരു സബ്ജക്റ്റ് പറയുന്നു ഷീ കഴിഞ്ഞു വാസ് വരും ഷീ വാസ് റീഡിങ് എ നോവൽ വേറെ ഒരു സെന്റൻസ് യു കഴിഞ്ഞ വാസ് വരില്ല വേറെ വരും യു വേർ അറ്റൻഡിങ് എ ഫങ്ഷൻ she was thinking about her future. He was considering you. We were ordering a cup of tea. Okay, subject was അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ഐ എച്ച് അതിനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഓക്കെ സലീന സിറാജ് Selena. Yes. Okay. വാസല്ലെങ്കിൽ ഒന്നൊരു വാചകം എന്ന് പറഞ്ഞ ശരി Was വാസും വേറും വരുന്ന she was a സലീന പറയുമ്പോഴാണ് സലീന പറഞ്ഞതെ she was a writing. യെസ് She were ഉം mm, mm. Sir, ഒന്നുകൂടെ പറഞ്ഞുതരാ നീ പെട്ടെന്ന് യെസ് ഓക്കെ നാലോചിച്ച്
പറഞ്ഞാൽ മതി. Okay, yes, okay. Yes. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. സാർ അവിടെ വോയിസേ എക്കോ ഉണ്ട്. ഇപ്പൊ ശരിയായില്ലേ? ഓക്കെ. അത് ഓണാക്കുമ്പോഴാണ് അത് വന്നത്. യെസ്, ഓക്കെ. ചിലപ്പോൾ ടെക്നിക്കലായിട്ട് വരാറുണ്ട്. യെസ്. അപ്പൊ ആർക്ക് പറയാൻ പറ്റും? ഓരോരുത്തരെ ആലോചിച്ചൊരു 2-3 വാചകം. സബ്ജക്റ്റ് കഴിഞ്ഞ്, വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞ്, പിന്നെ വെർബ്, അതിന്റെ കൂടെ ഇഞ്ച്. ഹരിത, ആർ യു റെഡി? ഞാൻ ശ്രമിച്ചു നോക്കട്ടെ, കുറച്ച് പോയിന്റ്സ് ഒന്ന് കണ്ടെത്താറുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മകളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ? തകർത്തോ? ഓ, സൂപ്പർ ആയിരുന്നു സാർ. എത്ര പേരുണ്ടായിരുന്നു? ബന്ധുക്കാർ മാത്രമേ ഉള്ളായിരുന്നു, കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളായിരുന്നു. ശരി, ഓക്കെ. ഫുഡ് എന്താ കൊടുത്തത്? വൈകിട്ടത്തേക്ക് റൈസ് ആയിരുന്നു സാർ, റൈസും ചിക്കൻ കറി ആയിരുന്നു. വെരി ഗുഡ്. യെസ്. പ്രിപ്പയർഡ് ബൈ ഹരിത? അല്ല, മൈ മദർ. യെസ്, ഓക്കെ. സാഹസത്തിൽ നിന്നില്ല ഹരിത, അല്ലേ? അല്ല, ഞാൻ ഹെൽപ്പ് ചെയ്ത കൂടെ, അമ്മയും ഞാൻ ഇവിടെ ആയിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു. ഓക്കെ പാർവതി. യെസ്, പറഞ്ഞു നോക്കിക്കോളൂ. സബ്ജക്റ്റ് ഒന്നും പറയാം. എല്ലാരും കൂടി ആലോചിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. സബ്ജക്റ്റ് ആണ് പറയാം. ദേ അല്ലെങ്കിൽ വി, യു, ഹി, ഷീ. പിന്നെ നമുക്കത് പിടിക്കാം. Yes, she was watching a movie. Correct. Okay, she was cooking dinner. She was cooking dinner. Very good. I was studying for my exam. Yes, I was studying. Correct. They were playing football. They were playing football. Correct. I was reading a book when the phone rang. Yes, I was reading a book. Correct. She was singing in the shower. She was singing a song. Okay. She was singing in the shower. Yes, okay. Yes. Okay, very good. Enough, sir. Okay, very good. Okay, then see. Yes, phrase ഉണ്ട്. Okay. അപ്പൊ താങ്ക്സ് പറഞ്ഞു. വെരി ഗുഡ്. സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ വെർബ്, പിന്നെ ഇഞ്ചി. ഹസീബ. Good afternoon, sir. Yes. ഹസീബ പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. Hello. She was sleeping. She was sleeping. She was calling. She was calling. He was playing a cricket. Yes, okay. She was playing cricket. You were attending a function. You were attending a function. She was singing. She was singing. Okay. Siva, very good. Okay. Yes. അപ്പൊ നോക്കിയേ, സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ഇഞ്ച്. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതൊരു പോസിറ്റീവ് ടൈപ്പ് വാചകമാണ്. പോസിറ്റീവ്. നമ്മൾ ഇനി നോക്കുന്നത് ഈ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. നെഗറ്റീവ് വാചകം. അപ്പോൾ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഈ വാചകത്തിന്റെ കൂടെ ഒരു നോട്ട് ചേർത്താൽ മതി. ആ നോട്ട് എവിടെയാണ് ചേർക്കേണ്ടത്? ഒന്നുകിൽ വാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞിട്ട് ഒരു നോട്ട് ചേർത്താൽ അതെന്തായിട്ട് മാറുന്നു? പാസ്റ്റ് കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് വാചകമായിട്ട് മാറും. അപ്പൊ നമുക്ക് പറയാം, ഐ വാസ് റീഡിങ് എ നോവൽ. ഒരു നോട്ട് ചേർക്കാം. ഐ വാസ് നോട്ട് റീഡിങ് എ നോവൽ. ഐ വാസ് നോട്ട് റീഡിങ് എ നോവൽ. ഇനി she was cooking biryani. She was not cooking biryani. അവൾ ബിരിയാണി കുക്ക് ചെയ്യുകയായിരുന്നില്ല. We were thinking about you. നോട്ട് കേൾക്കുമ്പോ we were not thinking about you. We were not thinking about you.
യെസ്. അപ്പോ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് ചേർത്ത് കഴിയുമ്പോൾ ഇത് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് വാചകം നമുക്ക് കിട്ടും. അപ്പൊ നേരത്തെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നോട്ട് ചേർക്കുമ്പോൾ എന്തായി? ആയിരുന്നില്ല. നീ വിളിച്ചപ്പോൾ ഞാൻ എഴുതുകയായിരുന്നില്ല. When you called, I was not writing. Yes. നീ ക്ഷണിച്ചപ്പോൾ ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു. When you invited, I was traveling. യെസ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് വാചകമാണ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് വാചകം കിട്ടുന്നു. അത് വാസ് കഴിഞ്ഞിട്ട് വേറെ കഴിഞ്ഞിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ മെർലിൻ പറഞ്ഞോളൂ. നോട്ട് വെച്ച് വരുന്ന വാസ് നോട്ട് അല്ലെങ്കിൽ വേർ നോട്ട് വരുന്ന ഒന്ന് രണ്ട് വാചകം പറഞ്ഞ്. She was not attending class. She was not attending class. മെർലിൻ ഇന്നലെയൊക്കെ ചെയ്യാതിന് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മതി. I was not washing clothes yesterday. ഇന്നലെ ഞാൻ വസ്ത്രം അലക്കുകയായിരുന്നില്ല. കേട്ടോ, ഇന്നലെ ചെയ്യാതിരുന്ന എന്തെങ്കിലും കാര്യം എന്നോട് വാസും ഐ ജി ചേർത്ത് പറഞ്ഞാൽ കറക്റ്റ്. I was not cooking biryani. I was not cooking biryani. Yes. I was not washing my clothes. Yes. Okay. അത് ഞാൻ പറഞ്ഞതാണ്, എന്നാലും കുഴപ്പമില്ല, പരിഗണിച്ചു. യെസ്, എല്ലാം വൈകുന്നേരം ഒക്കെ പരിപ്പിച്ചോ. ഇന്നലെ വേറെ വീട്ടിലാണെങ്കിൽ ചെയ്യാതിരുന്ന കാര്യമില്ലേ? മൈ മദർ, മൈ ഫാദർ, മൈ ബ്രദർ, മൈ സിസ്റ്റർ, മൈ നൈബർ, ഇങ്ങനെയൊക്കെ അങ്ങനെ പോവല്ലേ? മൈ സൺ, മൈ ഡോട്ടർ, അപ്പൊ പോലെ അപ്പൊ വാസ് വന്നോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. My mother was not help to me. Was not Helping. correct. Very good. My mother was not helping me yesterday. ഇന്നലെ എന്നെ അമ്മ സഹായിക്കായിരുന്നില്ല. Yes. Okay. Correct. She was not helping me. Okay. My father was not buying sweets. Yes. A sweet എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. My father was not buying sweet. Okay. Okay. Merlin, very good. Yes. Okay. Asha, was not വരുന്ന was not വരുന്ന where not വരുന്നതിന്റെ വാചകം എന്ന് പറഞ്ഞേ. My daughter was not yesterday going to Anganwadi. Yes, my daughter was not going yesterday. Yes, subject, verb, object, manner, place, time. അവർക്കത് ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ അല്ലെങ്കിൽ എന്ത്, ആ ചോദ്യത്തിന്റെ ആൻസർ. പിന്നെ മാനർ, എങ്ങനെ. പിന്നെ പ്ലേസ്, എവിടെ. പിന്നെ എപ്പോൾ, ടൈം. Yes, my daughter was not going to Anganwadi yesterday. Okay. They was not playing cricket. They were. Theyയുടെ കൂടെ വാസ് വരില്ല പേര്. They were not playing cricket. She was not crying. Yes, she was not crying. I was not cooking biryani. Yes, I was not cooking biryani. He was not studying. He was not studying. That's all, sir. That's all. Very good. Okay, Asha. Very good. Biryani. Yes. Biryani വരുമെന്ന് വിചാരിക്കാം. Yes. Shani. Sir, may Yes. Continue. Very good, Harida. അങ്ങനെയാണ്. May. Yes. അത്രയും മതി. Very good. Okay. ഇംഗ്ലീഷുകാരുടെ ഒറ്റ മിനിറ്റ്. പറയട്ടെ. Okay, continue. അതൊന്ന് പറയാം. She was not paying bill.
കറക്റ്റ് ആണ്. ഷി വാസ് നോട്ട് ഒരുമിച്ച് കയറി, പക്ഷെ അവൾ ബില്ല് കൊടുത്തില്ല. ഷി വാസ് നോട്ട് പേയിങ് ബിൽ. കറക്റ്റ്. പിന്നെ He was not crying baby. He was not crying baby. യെസ്, എന്താണ് ഉദ്ദേശിച്ചത് ഇതുകൊണ്ട്? അവൻ കരഞ്ഞില്ല അല്ലെ കരയുന്നില്ല. He was not crying. അപ്പൊ നമുക്ക് അത് ഹി വാസ് നോട്ട് ഇപ്പൊ ലാസ്റ്റ് ബേബി പറഞ്ഞില്ലേ? He was not crying baby. ആ ബേബിനെ അവിടെ ഒഴിവാക്കുക. ഹി വാസ് നോട്ട് ക്രൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഹീക്ക് പകരം അവിടെ കൊണ്ടത് ബേബിയാണ്. ദ ബേബി വാസ് നോട്ട് ക്രൈയിങ്. കുട്ടി കരയുകയായിരുന്നില്ല. അപ്പൊ അങ്ങനെ യെസ്. The baby was not crying അല്ലേ? പറയാം ഹി വാസ് നോട്ട് ക്രൈയിങ്. രണ്ട് ശരിയാണ്. I was not sleeping night. I was not sleeping night. I was not sleeping at night. Very good. I was not cleaning kitchen. Yes, I was not cleaning kitchen. ഇങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കരുതി ആലോചിച്ചിരിക്കേണ്ട. Okay. I was not cooking rice. I was not cooking rice. Okay. I was not calling husband. I was not calling. Not calling husband. Yes, correct. He was not study well. He was not study well. Study എന്നുള്ളതിന്റെ കൂടെ ing കൂടി ചേർക്കാം. But he was not studying well. Okay. My son not going school. My son not going school. അപ്പൊ ആ നോട്ട് ചിലപ്പോൾ സംഖ്യയിലൊക്കെ വിട്ടുപോയി. വാസ് വേണം കേട്ടോ. My son was not going to school. Was not going. My son was not going to school. My mother not calling. My mother not calling. ഇതാ ആ മെയിൻ സംഗതി വിട്ടുപോകും. വാസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിലപ്പോൾ വിട്ടുപോകുന്നു. My mother was not. My mother was not. അപ്പൊ ശരിയായി. മറക്കല്ലേ, സബ്ജക്ട് വാസ് അല്ലെങ്കിൽ വേറെ പ്രസംഗിച്ച് കേട്ടാ. ആ വാസും വേറെ വിട്ടുപോകരുത്. യെസ്. ഓക്കെ. മെയിൻ സംഗതി അതാണ്. യെസ്. പിന്നെ Enough. വെരി ഗുഡ്. ഹൈദ നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. യെസ്. അപ്പോ ഞാൻ പറഞ്ഞത് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകത്തെ കുറിച്ച് പറഞ്ഞു, നെഗറ്റീവ് ആയിട്ടുള്ള വാചകത്തെ കുറിച്ച് പറഞ്ഞു. പോസിറ്റീവ് പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇതിന്റെ ചോദ്യം ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഷാനിക്ക് ഞാൻ അടുത്തത് തരാന്ന് വെച്ചിട്ടാണ്. യെസ്, ഓക്കെ. ക്വസ്റ്റ്യൻ അപ്പൊ ഷാനി ഇപ്പൊ വേഗം ഞാൻ ഇതൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ. തൊട്ടുപോയി. ഹലോ സാർ എന്തോ പറയാൻ വേണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹരിത പറഞ്ഞത് സാർ കണ്ടേ, ഫോറിനേഴ്സിന്റെ മാനേഴ്സോ അങ്ങനെ എന്തോ പറയാൻ വേണ്ടിട്ടുണ്ടായിരുന്നു. ഫോറിനേഴ്സ് അവര് എന്തോ സ്റ്റാർട്ട് ആക്കും അങ്ങനെ തുടങ്ങുമ്പോൾ ഹരിത ഇടയിൽ കയറിണ്ടായി. സാർ എന്തോ പറയാൻ വന്നപ്പം ഹരിത ഇടയിൽ കയറിയിട്ടുണ്ടായി. അതെന്തായിരുന്നു ചോദിച്ചു. എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഹരിത മേരി എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു അത് ഫോറിനേഴ്സിന്റെ ഒരു ഇതാണ് എന്ന് പറഞ്ഞിട്ട്. അതെ, നമ്മൾ സാധാരണഗതിയിൽ ഒരു ട്രെയിൻ യാത്ര ചെയ്യാൻ, അപ്പൊ നമ്മുടെ കയ്യിൽ വാച്ചില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പോ ആ യാത്ര ചെയ്യുന്നത് ഒരു ഫോറിനർ ആണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ വാച്ച് ഉണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ, ഇവിടെ മേ ഐ എന്ന് എഴുതി ചോദിച്ച പോലെ എക്സ്ക്യൂസ് മീ വാട്ട് ഈസ് ടൈം, അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ ടൈം പ്ലീസ്, അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് ടെൽ ദ ടൈം, ഇങ്ങനെ ചോദിക്കും. നമ്മളാണെങ്കിൽ അരികത്തിരിക്കുന്ന ആളുടെ കയ്യിലാണ് വാച്ച് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ കൈ പിടിച്ച് പൊക്കി നോക്കും. ഓ, 5 മണി ആയല്ലേ എന്ന് പറയും. യെസ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ഇന്റിമസി കാണിക്കും, അവര് കുറച്ചും കൂടി കൂടുതൽ പൊളൈറ്റ്നെസ് കാണിക്കും. യെസ്. പിന്നെ ഇംഗ്ലീഷുകാരുടെ പൊളൈറ്റ്നെസ്സും നമ്മൾ കാണിക്കുന്ന ഇന്ത്യൻ
പൊളൈറ്റ്നെസ് തമ്മിൽ വ്യത്യാസം ഇപ്പൊ നമ്മൾ നോക്ക്, നമ്മളൊരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ അത് കയറുന്നതിന് മുമ്പ് നമ്മൾ ചെരുപ്പ് ഉരിയിടും. പക്ഷെ ഇംഗ്ലീഷുകാർ പള്ളിയിൽ കയറുമ്പോൾ അവർ ചെരുപ്പ് ഉരിയിടൂല, അവർ ഷൂട്ടിനെ കയറും. പക്ഷെ അവര് തലയിലിരിക്കുന്ന അമ്പലത്തിലെ പള്ളിയിൽ കയറുമ്പോൾ തലയിലിരിക്കുന്ന തൊപ്പി അത് മാറ്റിയുള്ളൂ. They will remove the head. That is the show of respect. അതൊരു റെസ്പെക്ട് ആണ്. നിങ്ങൾ കണ്ടു കാണും, സിനിമകളിലും ഇത് തരുന്നത് കണ്ടു കാണും. ഡെഡ് ബോഡി കാണുന്ന സമയത്ത് ആ ഡെഡ് ബോഡിയുടെ അരികത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിൽപ്പുണ്ടെങ്കിൽ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ he will remove his hat, ഒരു ഷോ ഓഫ് റെസ്പെക്ട് ചെയ്യും. That is another തൊപ്പി മാറ്റും. ഓക്കെ, that is a show of respect ആണ്. ഷോ ഓഫ് റെസ്പെക്ട്. അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിലാണ്. യെസ്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ടേബിൾ മാനേഴ്സ് എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ചൊക്കെ പറയുന്നത്. നമുക്കൊന്നും നമുക്കൊരു ആ ഒരു സിസ്റ്റമാറ്റിക്കല്ല ചെയ്യുന്നത്. യെസ്, ഇപ്പോ ജപ്പാൻകാർ അവർക്ക് നല്ല ആയുസും നല്ല ഭംഗിയും, അവരെപ്പോഴും ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80% എന്നാണ് അവരുടെ കണക്ക്. അതായത് എപ്പോ ഭക്ഷണം കഴിച്ചാലും 80% അവർ ഭക്ഷണം കഴിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് സ്വല്പം വിശപ്പും ബാക്കി വേണം. അത് ശീലിച്ചു നോക്കി. വയറ് നിറച്ച് ഒരിക്കലും കഴിക്കരുത്, ഒരിക്കലും അങ്ങനെ കഴിക്കരുത്. ഒരു ഗ്യാപ്പും കൂടി ഉണ്ട്, ഒരു ചെറുപഴം കൂടി കഴിച്ചേക്കാം എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ 80% ഭക്ഷണം കഴിച്ചാൽ മതി. ബാക്കി 20% നിങ്ങൾ ഗ്യാപ്പ് ഇടും. യെസ്, നിങ്ങളുടെ ആയുസ് കൂടും, സൗന്ദര്യം കൂടും, ബുദ്ധി കൂടും, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിനകത്ത്. യെസ്, ഷാനി എത്ര മണിക്ക് എഴുന്നേറ്റ് രാവിലെ? രാവിലെ ഒരു 6 മണിക്ക്. ഉറപ്പിക്ക് 6 മണിക്ക്. 6 മണിക്ക് എഴുന്നേറ്റ് ആദ്യം കുടിക്കുന്നത്, ആദ്യം ഒന്ന് കഴിക്കും, വെള്ളം കുടിക്കും. വെള്ളം കുടിക്കും. വെരി ഗുഡ്. ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അത് നല്ല കാര്യമാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത്. യെസ്, ഒരുപാട് ഗുണങ്ങൾ. അത് ഒരു തെറാപ്പിയാണ്. അപ്പൊ വെള്ളം കുടിക്കാത്തവർ എന്ത് ചെയ്യുക? വെള്ളം കുടിച്ചോളൂ. രണ്ടാമതൊരു കാര്യം കൂടെ, ഓക്കെ പാർവതി, വെരി ഗുഡ്. രണ്ടാമതൊരു കാര്യം കൂടി ചെയ്യുക, നിങ്ങള് നിങ്ങളുടെ കുട്ടികളെയും കൂടി അത് ചിരിപ്പിക്കുക. അവരത് ചിരിക്കൂല. അപ്പൊ ഒരു കൗള ആദ്യം കുടിപ്പിച്ചോളൂ, പിന്നെ ശരിയായിക്കോളൂ. ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് വയസ്സാവില്ല. വയസ്സാവില്ലെന്നല്ല, ഓക്കെ ആശ, വെരി ഗുഡ്. പെട്ടെന്ന് റെഡിയാവില്ല. പിന്നെ മുടികള് നരയ്ക്കാനായിട്ടുള്ള സാധ്യത കുറച്ചും കൂടി നീന്തും. അങ്ങനെ ഒരുപാട് ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. സംഭവം കഴിയുന്നത് വേണ്ടി. പിന്നെ എൻ്റെ ഏറ്റവും കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2 ഫുഡുകൾക്ക് ഇടയിലുള്ള ഏറ്റവും കൂടുതൽ ഗ്യാപ്പ് വന്നതിന് ശേഷം കഴിക്കുന്ന ഭക്ഷണമാണ്. നമുക്കറിയാം, രാവിലെ നമ്മൾ 9 മണിക്ക് ഭക്ഷണം കഴിച്ചാല് പിന്നെ 1 മണിക്ക്, അപ്പൊ ഒരു 4 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കും. 4 മണിക്ക് കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം 1 മണിക്ക് കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം 5 മണി, അപ്പോൾ 4 മണിക്കൂർ. പിന്നെ അവിടെ നിന്ന് രാത്രി ഒരു 9 മണി, അപ്പോഴും ഒരു 4 മണിക്കൂർ ഗ്യാപ്പാണ്. 9 മണിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ്? 10, 11, 12, 1, 2, 3, 4, 5, 6, 7 മണി കൂടെ. അപ്പൊ ഒരു 10 മണിക്കൂറിന് ശേഷമാണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഈ 10 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം? ഉപവസിക്കണം. ഫാസ്റ്റിംഗ്, ഉപവാസമാണ്. 10 മണിക്കൂർ ഉപവസിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഉപവാസം നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതാണ് രാവിലെ കഴിക്കുന്ന ഭക്ഷണം ബ്രേക്കിംഗ് ദ ഫാസ്റ്റ്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാറി. യെസ്, അപ്പോ നമുക്ക് നേരത്തെ ഹരിത പറഞ്ഞ പോലെ ലെറ്റസ് ബി, നമുക്ക് കുറച്ചുകൂടി പൊളൈറ്റ് ആവും. പൊളൈറ്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പോകണം. നമ്മൾ മലയാളത്തിലൊരു പഴഞ്ചൊല്ലില്ലേ, അവിടെ ചെന്നാൽ അതിന്റെ എക്സ്പെർട്ട് ആവും നമ്മൾ, ഇവിടെ വന്നാൽ ഇതിന്റെ എക്സ്പെർട്ട് ആണ്. യെസ്, ഏത് ലെവലിലാണോ നമ്മൾ നിൽക്കുന്നത് ആ ലെവലിലോട്ട് നമ്മൾ.
ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാസ്റ്റ് ടെൻസ്. ഇതാണ് ശബ്ദം കുറവാണ്. നോ പ്രോബ്ലം. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോ പ്രോബ്ലം ആശ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ആ പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞത് അതിന്റെ പോസിറ്റീവ് വാല്യങ്ങൾ പറഞ്ഞു, നെഗറ്റീവ് വാല്യങ്ങൾ. യെസ്. ഇനി നമ്മൾ അതിന്റെ ചോദ്യം ഉണ്ടാക്കണം. അപ്പൊ അവൾ വരികയായിരുന്നു, ഷീ വാസ് കമ്മിങ്. അവൾ വരികയായിരുന്നില്ല, ഷീ വാസ് നോട്ട് കമ്മിങ്. ഇനി അത് ചോദ്യമാക്കണം, അവൾ വരികയായിരുന്നോ? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചെയ്യേണ്ടത് അവൾ വരികയായിരുന്നില്ല എന്ന് പറഞ്ഞതിലെ ആ നോട്ട് അങ്ങോട്ട് കളയാം. എന്നിട്ട് ആ ഓക്സിലറി വെർബായിട്ടുള്ള വാസാണോ വാസ്, വേറാണോ വേർ, അത് ആദ്യം പറയാം. അപ്പൊ എന്തായി? വാസ് ഷീ കമ്മിങ് എന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞ അവൾ വരികയായിരുന്നോ? അപ്പൊ അതിനൊരു യേസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞൊരു ആൻസർ വരും. യെസ് ഷീ വാസ് കമ്മിങ്. നോ ഷീ വാസ് നോട്ട് കമ്മിങ്. Were you reading the book? നീ ബുക്ക് വായിക്കുകയായിരുന്നോ? അതിന്റെ ആൻസർ വരും യെസ് ഐ വാസ് റീഡിങ് ദ ബുക്ക്, അല്ലെങ്കിൽ നോ ഐ വാസ് നോട്ട് റീഡിങ് ദ ബുക്ക്. അപ്പൊ നമുക്കതിൽ നിന്ന് പറയാം, വാസോ വേറോ ആദ്യം വന്നു കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? അത് ചോദ്യമായിട്ട് മാറുന്നു. എങ്ങനെയുള്ള ചോദ്യം? യെസ് ഓർ നോ. വാസ് ഷീ ചെറിയൊരു എഡിറ്റിംഗ് വേണം തനിച്ച് കേട്ടോ. വാസ് ഷീ സ്ലീപ്പിംഗ് കേട്ടോ. വാസ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, അല്ലെങ്കിൽ വാസ് ദ ബേബി സ്ലീപ്പിംഗ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കാം. യെസ്. അപ്പൊ ഇനി വാസ് അല്ലെങ്കിൽ വേറെ ആദ്യം വന്നു കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? ചോദ്യമായിട്ട് മാറുന്നു. വേർ ദേ റിട്ടേണിംഗ് ദ ബുക്സ്? അവർ ബുക്ക് കൊടുക്കുകയായിരുന്നു. യെസ്. ഓക്കെ ഷമീറ, കറക്റ്റ് ആണ്. വാസ് ഷീ റീഡിംഗ് എ ബുക്ക്? ഓക്കെ ഷാനി ഫിറോസെ. ഷാനി കഴിഞ്ഞ കല്യാണിയിലേക്ക് വരാം. യെസ്. വാസ് അല്ലെങ്കിൽ വേറെ ആദ്യം വരുന്ന വാചകം. Was she able to concentrating on class? സംഗതി കറക്റ്റാണ്. ഒരു വാക്കുകളുടെ അത് വരും. വാസ് ഷീ ഏബിൾ ഇൻ കോൺസെൻട്രേറ്റിംഗ് was she able in concentrating the class? അപ്പൊ അത് വാസ് കഴിഞ്ഞതിന് ശേഷം ഏബിൾ ഐഎൻജി വന്നിട്ടില്ല. ആ ഏബിൾ ഇല്ലാണ്ട് നമ്മൾ സെന്റൻസ് കറക്റ്റാണ് കേട്ടോ. ഏബിൾ ഇല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായി? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായി. വാസ് ഷീ കോൺസെൻട്രേറ്റിംഗ്. ഓക്കെ, പറഞ്ഞോളൂ. കറക്റ്റാണ് സെന്റൻസ്. Were you completing the exam portion? Yes, എഴുതാം. പറഞ്ഞോളൂ ഷൈനി. Were you completing the exam portion? Yes, were you completing the exam portion? Correct. Were she driving the bike? Yes. അപ്പൊ ആ ഷീ നമ്മൾ ആണ് ഉപയോഗം. വേറെ മാറ്റണം. വാസം. Was. Was she driving the bike? Okay. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ വെർബാണ് വെക്കണത്. അപ്പൊ നമ്മൾ ഓർത്തോളാം, അതിലേക്ക് അതിനോട് മാച്ച് സബ്ജക്റ്റ് വെച്ചോ. Were you thinking the answers? Yes. Were you thinking answers? Okay. Were you അതല്ല പോയി Visiting. Visiting. Were you visiting? Okay. Next. Were you coming on the convocation class? Convocation. Ceremony. Were you coming for the convocation? അവിടെ നിങ്ങളുടെ ഡാൻസിന്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് ഇല്ലല്ലേ? ഇല്ല. അശ്വതി മിസ് ഡാൻസ് കളിക്കുന്നു. അശ്വതി മിസ് നിങ്ങൾക്ക് ക്ലാസ് നിൽക്കുന്ന അശ്വതി ടീച്ചർ ഞാൻ പറഞ്ഞു പറയണ്ട. ഡാൻസിന്റെ ടീച്ചർ. യെസ്.
അതിനകത്ത് ഒരു സബ്ജക്റ്റ് ചേർന്നു, വാസ് ഹിയോ ഷിയോ. എന്താണ് ഷാരി പറഞ്ഞത്? അമ്മല്ലേ സാർ? യെസ്. ഇവിടെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചർ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നത് ടീച്ചറാണ് ശ്രദ്ധിച്ചത്. യെസ്. അപ്പൊ അതിൽ കൂടെ അവിടെ ഈ ശനിയാഴ്ച നമ്മുടെ മോണ്ടിസോറി 9th ബാച്ചിന്റെ കോൺവെക്കേഷൻ സെറിമണി ഉണ്ട്. അപ്പൊ അവര് ഒരു ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് അവര് അവതരിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുത്തത്. ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് ശനിയാഴ്ച. ഹരിത സംഗതി അശ്വതി കറക്റ്റ് കെ ആണോ മിസ് സാറേ, അതോ അശ്വതി ആറാണോ? അശ്വതി ആറാണോ? അശ്വതിയാണ്. അത് കൺഫ്യൂഷൻ ആയിരിക്കും. മൂക്കിൽ കുത്തുള്ള Not at all, only short. Young Ashwati. Yes. Okay. Very good. Were you enjoying the jobs class? Were you enjoying jobs class? Okay, Shani. Then she പറയുന്നു she is enjoying. Okay. Were you laughing to hear my questions? Yes. Were you നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ് ഷാനി. Were you laughing to hear my questions? Okay. നമ്മളെ ഈ ബാലചന്ദ്രമേനോൻ എന്ന് പറയുന്ന ഒരു സിനിമ നടനുണ്ട്, മരിച്ചുപോയ ശ്രീനിവാസൻ എന്ന് പറയുന്ന സിനിമ. അപ്പൊ ഈ ബാലചന്ദ്രമേനോൻ അഭിനയിക്കുന്ന സിനിമകൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് പുള്ളി തന്നെ ഇരിക്കും. പുള്ളി കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനം ഇത്രയും പുള്ളി തന്നെ, നായകനും പുള്ളിയായിരിക്കും പുള്ളിയുടെ സിനിമ. ഇപ്പോഴാണ് പുള്ളിക്ക് സിനിമ ഒരു കാലഘട്ടത്തിൽ പുള്ളി കത്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. യെസ്. പുള്ളിയുടേതായ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരുപാട് സിനിമകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുള്ളത് അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല റോളും ഏറ്റവും മികച്ച കഥാപാത്രവും ഡീസന്റ് ആയ കഥാപാത്രം എടുക്കും പുള്ളി. പക്ഷെ ശ്രീനിവാസന്റെ സിനിമകളില് ശ്രീനിവാസൻ ഓക്കെ ഏപ്രിൽ 18, ഓക്കെ താൻസി, ഏപ്രിൽ 18 ഏപ്രിൽ 19. യെസ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ശ്രീനിവാസൻ എഴുതുന്ന സിനിമകളിൽ, അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമകളില് അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പക്കാള പോലെയുള്ള അല്ലെങ്കിൽ വളരെ ഒരു മോശമായിട്ടുള്ള കഥാപാത്രങ്ങൾ. പക്ഷേ ഒരുപാട് കയ്യടി നേടുന്നതും ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്നതും ആ കഥാപാത്രങ്ങളായി. അത് ഒരു പ്രത്യേകതയാണ്. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നിങ്ങൾ എല്ലാവരും മേക്കപ്പ് ചെയ്ത് പോകുന്ന സ്ഥലത്ത് ഒരാള് മേക്കപ്പ് ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ഹരിത, ടുമാറോ എന്നുള്ളത് യെസ്റ്റർഡേ നാണ്. ഒരാള് മേക്കപ്പ് ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അയാൾ ശ്രദ്ധിക്കപ്പെടും. യെസ്. നമ്മൾ നോക്കുന്ന വേറെ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി ഇപ്പൊ നമ്മുടെ ഒരു സന്തോഷ് പണ്ഡിറ്റ് ഇല്ലേ, സന്തോഷ് പണ്ഡിറ്റിന്റെ ആദ്യ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് ആളുകളൊക്കെ അയാളെ കളിയാക്കിയ മുതൽ, പക്ഷെ അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരിക്കും. പുള്ളി അറിയാണ്ട് തന്നെ പുള്ളി അതിന് പ്രസിദ്ധനായി അല്ലെ, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇല്ലേ ഏത് സംഗതിക്കും. യെസ്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴും നിങ്ങള് സംതിങ് എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കപ്പെടും. നിങ്ങൾ പറയുന്ന കാര്യങ്ങളായാലും നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളായാലും സംതിങ് എൻ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അവർ വെയിറ്റ് ചെയ്യുക, ഇതിന്റെ ആൾ എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇന്ന കുട്ടി എന്താണ് പറഞ്ഞത് ശ്രദ്ധിക്കാം എന്നവർ ചിന്തിക്കും. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ സംതിങ് പവർഫുൾ ആയിരിക്കും. യെസ്. ഓക്കെ. ഞാൻ തുടക്കത്തിലെ പണ്ട് നിങ്ങളോട് പറഞ്ഞൊരു ഭാഷക്കുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിലെ എക്സ്പേർട്ട് ആവണം, ഒരു സംഗതിയിൽ എക്സ്പേർട്ട് ആവണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം ഞാൻ പറഞ്ഞതാണ്. ഷാനി പ്രൊസെ, ഷാനിക്ക് എന്ത് തോന്നുന്നു? ഷാനി ഒന്ന് മെനക്കെട്ടാൽ ഏത് മണ്ഡലത്തിലായിരിക്കും ഷാനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റും? അങ്ങനൊക്കെ ചോദിച്ചാല് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഷാനി നമ്മള് ആയിട്ടില്ല. ഞാന് കുറച്ച് ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. മെഹന്തി ഡിസൈൻ ചെയ്യും, പിന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കും.
അങ്ങനെ ചെറുതായിട്ടൊക്കെ. നമ്മൾ വിചാരിച്ച ലെവലല്ല ഷാനി. എല്ലാം കുറേശ്ശെ പറഞ്ഞത് എളിമ കൊണ്ട് പറഞ്ഞായിരിക്കുള്ളൂ. അങ്ങനെ പാർവതി വേറെ ലെവലായിരിക്കും ആള്. ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല. പിന്നെ കുറച്ച് എംബ്രോയിഡറി, പിന്നെ കുറച്ച് ജ്വല്ലറി മേക്കിംഗ്, അങ്ങനെ എല്ലാത്തിലും ചെറുതായിട്ട് ഇങ്ങനെ കയ്യൊപ്പ് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഓക്കെ നാൻസി. യെസ്, കുറേശ്ശെ ഒരെണ്ണത്തിലെ എക്സ്പെർട്ട് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നു. ഓക്കെ ആശ. ഓക്കെ അത്രേ ഉള്ളൂ പറയായിരുന്നു പറയുമ്പോ അല്ലേ ലാസ്റ്റ് ഇതൊക്കെ എല്ലാം പറഞ്ഞിട്ട് എനിക്ക് ഇത്രേ ഉള്ളൂ, ഞാൻ അത്രേ ചെയ്തുള്ളൂ എന്ന് പറയുന്ന പോലെ അല്ലേ. യെസ്, അതായത് ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു, സ്പോർട്സിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ നിങ്ങള് ഐ ഡോണ്ട് നോ സാറിന് പറഞ്ഞു. രണ്ടാമത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയും അത് സ്പോർട്സ് ആണ്, അപ്പോഴും നിങ്ങൾ എന്ത് പറയുന്നു? ഐ ഡോണ്ട് നോ സാറിന് പറയും. മൂന്നാമത് സ്പോർട്സ് ആയിരിക്കും വരിക. അപ്പൊ രണ്ടാമത്തെ ഐ ഡോണ്ട് നോ പറയുമ്പോൾ അതിന് കൂടെ ഒരു ആഡ് ചെയ്യണം, സർ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ ആർട്ട് വർക്ക്. യെസ്, അപ്പൊ ആർട്ട് വർക്കാണ് എനിക്കിഷ്ടം. അപ്പൊ ഉടനെ അടുത്ത ചോദ്യം എവിടുന്നാ വരുന്നത്? ആർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യം. യെസ്, അപ്പൊ നമ്മൾ കേവലം നമ്മൾ ചെയ്യുന്ന ആർട്ടില്ല, ഈ ആർട്ടിന്റെ എക്സ്പെർട്ടുകൾ ആരായിരുന്നു, അല്ലെങ്കിൽ ചിത്രകാരന്മാരാരായിരുന്നു? ലിയനാർഡോ ഡാവിഞ്ചി, റാഫേൽ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ വിശ്വപ്രസിദ്ധ ആർട്ടിസ്റ്റിനെ കുറിച്ച് അപ്പൊ നമ്മുടെ കയ്യിൽ അതിനുള്ള സ്റ്റോക്ക് ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫീൽഡിൽ പോലും നിങ്ങൾ എന്തായിരിക്കണം? എക്സ്പെർട്ട് ആയിരിക്കും എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് പറഞ്ഞിട്ട് എന്താണ് വിശ്വാസം? യെസ്, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. കാരണം ഇന്റർവ്യൂവിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേകത, ആകാശത്തിന്റെ കീഴിലുള്ള ഇതിനെ കുറിച്ച് അവർ ചോദിക്കും. യെസ്, അപ്പോ സ്വാഭാവികമായിട്ടും അതിനെ കുറിച്ച് നമ്മൾ മറുപടി പറയാനായിട്ട് ബാധ്യസ്ഥ. യെസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഒരു എയർഫോഴ്സ് ഇന്റർവ്യൂ പോയിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? Have I told about you? പറയുന്നുണ്ടായില്ലേ? ഇല്ല അല്ലേ? യെസ്, അപ്പൊ ഓക്കെ. ഇതിനകത്ത് ഇപ്പൊ നല്ല ധൈര്യമുള്ള ഒരാള് ശാലിനി. ശിവദാസൻ, ദേവദാസൻ. സർ. യെസ്, അപ്പൊ ശാലിനിയോടാണ് ചോദ്യം കേട്ടോ. അയ്യോ, ശ്രമിക്കാം സർ. ശ്രമിച്ചാൽ മതി, അത് മതി. അതാണ് നമുക്ക് വേണ്ടത്, ശ്രമിക്കുക. ശാലിനി വളരെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥയെന്ന് വിചാരിക്കുക. ശാലിനി ഒരു നദിയുടെ സമീപത്തു കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോ ശാലിനിക്ക് നീന്താൻ അറിയില്ല. ഒരു റിമോട്ടായ സ്ഥലമാണ്. യു ആർ വെരി ഗ്രേറ്റ് ഓഫീസർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് വിചാരിച്ചു. അപ്പൊ ശാലിനി ആ നദിയിലേക്ക് നോക്കിയപ്പോ കാണുന്നത് എ സ്മോൾ ബേബി ഈസ് സിംഗിങ് ഇൻ ദ വാട്ടർ. ചോദ്യം ഇതാണ്, വാട്ട് യു വിൽ? ശാലിനിയുടെ കാര്യം ഓർക്കണം. ശാലിനിക്ക് നീന്താൻ അറിയില്ല. ശാലിന്റെ അരികത്ത് ആരുമില്ല, പരിസരത്ത് നിന്ന് ആരുമില്ല. ശാലിനി നഷ്ടപ്പെടുത്തുന്ന ഓരോ സെക്കൻഡിനും മണിക്കൂറിന്റെ വിലയാണ്. ചോദ്യം ഇതാണ്, വാട്ട് യു വിൽ? ഇത് ഞാൻ പറഞ്ഞതാണ് ഇത് മുമ്പ് നിങ്ങളോട്? ഇല്ല, പറഞ്ഞിട്ടില്ല. അതായത് when I was nearly 24 or 23 years old, ഞാനൊരു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു മൈസൂർ വെച്ച്. അന്ന് അവർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്. കുറെ ചോദ്യങ്ങൾ ചോദിച്ച ഇന്റർവ്യൂവില്, അതിൽ ഒരു ചോദ്യമാണ് ഇത്. എനിക്ക് ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്, അത് രസകരമായിട്ടുള്ള ചോദ്യം. യു ആർ എ ഗ്രേറ്റ് ഓഫീസർ and you are passing by the side of a river. Suddenly you see a baby singing in the water. You don't know how to swim. Gentlemen, what you will do? എന്ത് ഫ്ലൂവൻ്റായിട്ടാണ് അവരവർ പറഞ്ഞത്. അതൊക്കെ എന്താ പറയുക, ഇന്ത്യൻ മൈസൂർ റെയിൽവേ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ
വെളുപ്പിന് 5 മണിക്ക് അവിടെ ഉണ്ടാവും. ഇതാണ് കോളേജിൽ പറയുന്നത്. വെളുപ്പിന് 5 മണിക്ക്. അപ്പൊ തലേ ദിവസം മൈസൂര് ചെന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ചാമുണ്ടേശ്വരി എന്ന് പറഞ്ഞ ലോഡ്ജിൽ മുറിയെടുത്തു. വെളുപ്പിന് എഴുന്നേറ്റ് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് കുളിച്ച് റെഡിയായി 5 മണിക്ക് മുമ്പായിട്ട് സെക്കൻഡ് ക്ലാസ് മൈസൂർ റെയിൽവേ സ്റ്റേഷന്റെ സെക്കൻഡ് ക്ലാസ് വെയിറ്റ് റൂമിൽ എടുത്ത് വെയിറ്റ് ചെയ്തു. കറക്റ്റ് 5:30 ഇന്ത്യൻ എയർഫോഴ്സിന്റെ വണ്ടി വരുന്നു. ഒരു ട്രക്കും ഒരു ബസ്. ട്രക്കിലേക്ക് ഞങ്ങളുടെ ലഗേജുകളൊക്കെ കയറ്റുന്നു, ബസ്സിലേക്ക് ഞങ്ങളെ കയറ്റുന്നു. നേരെ ഞങ്ങളെ റിക്രൂട്ടിംഗ് സെന്റർ ആയിട്ടുള്ള, ഞങ്ങൾ കേരളത്തിൽ നിന്ന് അങ്ങനെ 4-5 പേരൊക്കെ ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ വേറെ സംസ്ഥാനത്തായിരുന്നു അവിടെ ചെല്ലുന്നത്. അപ്പൊ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ആ ബസ് അങ്ങനെ കടന്നു പോകുമ്പോ വലിയൊരു ആർച്ച് വെച്ചിട്ടുണ്ട്. ആ ആർച്ചിന്റെ അടിയിലൂടെയാണ് ബസ്സിനോട് പോണത്, വലിയൊരു ആർച്ച്. അപ്പൊ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന വാചകം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഇന്ത്യൻ എയർഫോഴ്സ് വെൽക്കംസ് യു. ഇന്ത്യൻ എയർഫോഴ്സ് നിങ്ങളെ മാടി വിളിക്കുന്നു. ഇതാണ് അതിന്റെ ആ വാചകം. ജോലി അത് കിട്ടിയില്ലല്ലോ. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഞാൻ പോയിട്ട് അന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇത്. അവര് ഉയർന്ന തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ ആണ്. യെസ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആ രീതിയിലായിരിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് നമ്മൾ എടുക്കുന്ന സമയം, നമ്മൾ എടുക്കുന്ന രീതി, ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊക്കെ അവർ മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയും. യെസ്. ശാലിനിക്ക് ഇപ്പൊ എത്ര സമയം കിട്ടി ആലോചിക്കാനായിട്ട്? എനിക്ക് എത്ര സമയം കിട്ടിയില്ല. യെസ്, പറഞ്ഞോളൂ ശാലിനി. കോൾ ചെയ്യോ, പോലീസ് 100-ഒക്കെ വിളിക്കും. ഞാൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല. ലാൻഡ് ഫോൺ ഉണ്ട്, ലാൻഡ് ഫോൺ ഒക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ മൊബൈൽ ഫോൺ ഒന്നും. എനിക്ക് പറയുന്നത് 24-25 years old എന്ന സമയത്താണ് ഞാനുള്ള കേസ് വന്നത്. ശാലിനി, വാട്ട് യു വിൽ? ഒച്ചയോടെ വളർത്തി കിടക്കണ്ട. കയ്യിലുള്ള എന്തെങ്കിലും രക്ഷിക്കാൻ ഇട്ട് കൊടുക്കും. ഷോളോ ഒരു പക്ഷേ ശാലിനി ധരിച്ചേക്കുന്നത് ടീഷർട്ടും ജീൻസും ഒന്ന് വിചാരിച്ചു. സാറ് എല്ലാ വകുപ്പും അടക്കിയാണ് ചിന്തിക്കണേ. ഓക്കെ, ഞാൻ ഈ ചോദ്യം ആർക്കൊന്നും പറയട്ടെ. നിങ്ങൾക്ക് എന്താണെന്ന് ഒന്നിച്ച് പറഞ്ഞോളൂ. വാട്ട് യു വിൽ? യെസ്. അപ്പൊ ഇതിനൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യം അത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. യെസ്. അപ്പൊ നമ്മളതിന് മറുപടി പറയാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ ഐഡോണ്ടോ വരുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട വാചകം, സാർ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ് മൈൻഡ്. അപ്പൊ നമ്മളൊരു ഫീൽഡിലെ എക്സ്പേർട്ട് ആയിരിക്കും. എന്നാലും നമുക്ക് ഇന്ന ഫീൽഡ് എന്ന് പറയാം. മൈ ഫീൽഡ് ഈസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അല്ലെങ്കിൽ മൈ ഫീൽഡ് ഈസ് മലയാളം ലിറ്ററേച്ചർ. അങ്ങനെ നമുക്കൊരു ഫീൽഡ് നമ്മൾ എക്സ്പേർട്ട് ആണ്, ഒരെണ്ണത്തിൽ നമ്മൾ എക്സ്പേർട്ട് ആണ്. അപ്പൊ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ പിന്നീട് വരുമ്പോൾ നമ്മൾ അതിനകത്ത് എക്സ്പേർട്ട് ആകും. ഞാന് പറഞ്ഞാൽ മതി. പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഒരു മീറ്റിംഗ് പങ്കെടുത്തു. അപ്പൊ ഞാനായിരുന്നു ഒന്ന് സ്വാഗതം പറഞ്ഞു. അപ്പൊ എന്തോ പ്രിൻസിപ്പള് നമ്മളോട് ചെറിയൊരു കടാക്ഷം തോന്നി. 10,000 കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. അപ്പൊ പുള്ളി അപ്പൊ എന്നൊന്ന് നോട്ട് ചെയ്തു. പുള്ളിയുടെ ഗുഡ് ബുക്ക് ഉണ്ട്, എല്ലാവർക്കും HM ആയാലും ടീച്ചർമാരായാലും അവരുടെ ഗുഡ് ബുക്കിൽ കുറെ പേരുണ്ടാവും, പിന്നെ അവര് ബാഡ് ബുക്കിൽ ഉണ്ടാവും കുറച്ച് പേര്. അപ്പൊ ഗുഡ് ബുക്കിൽ ഞാൻ എൻട്രി ചെയ്യും മാനസികമായിട്ട്. പിന്നെ എവിടെയെങ്കിലും 2 പേര് പങ്കെടുക്കുന്ന എന്തെങ്കിലും പരിപാടി കോളേജിൽ നിന്ന് ബെസ്റ്റ് 2 പിള്ളേര് അല്ലെങ്കിൽ അതിൽ ഒരാൾ ഞാനായിരിക്കും. അത് ഞാൻ പോകുന്നത് ബെസ്റ്റ് ആയതുകൊണ്ടല്ല, ഐ വാസ് ദ നോമിനി ഓഫ് പ്രിൻസിപ്പൽ. പക്ഷെ എനിക്കത് ഒരുപാട് ഗുണം ചേർത്തു. പിന്നീടുള്ള എന്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഗുണം ചേർത്തു. അപ്പൊ അങ്ങനെ ഞാൻ പങ്കെടുത്തിട്ടുള്ളതില് ഒരു ക്ലാസ്, 2 ക്ലാസ്, ഹൗ ടു ഫേസ് ആൻ ഇന്റർവ്യൂ ബോർഡ്, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുന്നത്. അപ്പൊ വൺ മിസ്റ്റർ പൊതുവാൾ ഫ്രം കൊച്ചി യൂണിവേഴ്സിറ്റി, അദ്ദേഹമാണ് ഒരു ക്ലാസ് എടുത്ത് ഞാൻ ഇപ്പോൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞാണ്, അദ്ദേഹം ഒരുപാട് ബാങ്കിന്റെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്നതാണ്. പണ്ടെന്ന് പറഞ്ഞാൽ BSRB എന്ന് പറയുന്നത് റിക്രൂട്ടിംഗ് ബോർഡിലാണ്, ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡ്. എല്ലാ 6 മാസം കൂടുമ്പോഴും ബാങ്കിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്. അപ്പൊ ഒരു ബാങ്കിന്റെ ഇന്റർവ്യൂവിന് പോയപ്പോ ബാങ്കിന്റെ ചെയർമാൻ വന്നിട്ട് ഇവരോട് ഇന്റർവ്യൂ തുടർന്നേക്കാൾ മുമ്പ് പറഞ്ഞു,
ആസ് ഫാർ ആസ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് ലേഡീസ്. കഴിയാവുന്നത്ര പെൺകുട്ടികൾ ഒഴിവാക്കി. അത് വളരെ രഹസ്യമായിട്ട് പറയുന്നു. അപ്പോ എന്തുകൊണ്ട് എന്നുള്ളൊരു പുള്ളി കാരണം പറഞ്ഞു, നമുക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ജോലി കിട്ടില്ല. പെൺകുട്ടികളാവുമ്പോൾ അവർ പോകില്ല. അവർ ചിലപ്പോ കേരളത്തിലാണെങ്കിൽ പോകും, പിന്നെ കേരളം വിട്ടിട്ട് ട്രാൻസ്ഫർ കൊടുത്താൽ ചിലപ്പോൾ ഒരു ജോലി രാജിവെക്കും, അല്ലെങ്കിൽ ലീവ് എടുത്ത് പോകും. പിന്നെ നമുക്ക് ജോലി രാജിവെച്ചാൽ അടുത്ത വേക്കൻസി അവിടെ ഫില്ല് ചെയ്യണമെങ്കിൽ വീണ്ടും 1 വർഷം കഴിയും. അപ്പൊ അതുകൊണ്ട് ട്രൈ ടു അവോയ്ഡ് ലേഡീസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ആ സാർ തന്നെ പറയുന്ന ഒരു പെൺകുട്ടിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഇതേ സാർ തന്നെ പറഞ്ഞു, ലെറ്റസ് സെലക്ട് നമുക്ക് അവളെ സെലക്ട് ചെയ്യാം, കാരണം അതൊരു അസറ്റാണെന്ന് തോന്നി. അതിന് സാറ് പറഞ്ഞത് വാചകം ഇതാണ്, നമ്മുടെ ഇന്റർവ്യൂവിലെ പെർഫോമൻസ് കാണുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഒഴിവാക്കാൻ പറ്റില്ല. സച്ച് എ സൂപ്പർവൈസർ പെർഫോമൻസ്. യെസ്, ഒരു ബാങ്കിന്റെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബാങ്കിന്റെ ക്യാഷ്യർ പോസ്റ്റിലേക്കാണ്. അപ്പോ അതിനകത്ത് പങ്കെടുക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആക്ച്വലി പുള്ളി ഒരു മുണ്ടെടുക്കാതെ വന്നു. പുള്ളിയോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, പക്ഷെ ഒരു വ്യക്തമായ ഉത്തരം പുള്ളി പറഞ്ഞില്ല. വളരെ യാദൃച്ഛികമായിട്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഈ പയ്യനോട് ചോദിച്ചു. അപ്പൊ അത് വളരെ കൃത്യമായ മറുപടി പറഞ്ഞു. അങ്ങനെ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി വന്നു കഴിഞ്ഞപ്പോ അവര് വീണ്ടും ഈ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെല്ലാവരും ഈ പയ്യൻ വളരെ കറക്റ്റായ മറുപടിയാണ് പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അവരെ ആലോചിച്ചു, നമ്മുടെ ക്യാഷ്യർ പോസ്റ്റിലേക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ബാങ്കിന് തന്നെ ഒരു അഗ്രികൾച്ചറൽ വിങ് ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് ഇയാൾ സൂട്ടാണ്. അപ്പൊ അയാളോട് ചോദിച്ചു, നിങ്ങൾ അഗ്രികൾച്ചർ ബാങ്കിന്റെ അഗ്രികൾച്ചറൽ വിങ്ങിന് ജോലി ചെയ്യാൻ സന്നദ്ധത്തിലാണോ എന്ന് ചോദിച്ചു. ഈ വസ്തുതി. അപ്പോ ആ സാറ് പറഞ്ഞത്, ആ അഗ്രികൾച്ചറിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് അന്ന് ആ പയ്യനെ ജോലി കിട്ടിയത്. അന്ന് ആ ഇന്റർവ്യൂ കോളിൽ നിന്ന് ആർക്കും അതിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പയ്യനെ ജോലി കിട്ടുമായിരുന്നില്ല. അപ്പൊ അങ്ങനെ ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് ആ ജോലി കിട്ടിയത്. യെസ്, അപ്പൊ അത് നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചിരിക്കും. ഒരു കാര്യം, നമുക്ക് ഏത് ഫീൽഡാണ് നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് എന്നുള്ള കാര്യം അവതരിക്കുന്നവർക്ക് അറിയില്ല. ആ ഫീൽഡിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടെക്നിക്ക്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നിങ്ങളുടെ പേരിനെ കുറിച്ച് പഠിച്ചിരിക്കും. ആ പേരിനുള്ള അർത്ഥം ഉണ്ടാവും, അതിനെ കുറിച്ചും പഠിച്ചിരിക്കും. ഇപ്പൊ എന്റെ പേര് ജോബ്. ഈ ജോബ് എന്ന് പറയുന്ന വേർഡിനെ നിങ്ങൾ വിചാരിക്കും ജോലി എന്ന അർത്ഥമാണ്. വേറൊരു അർത്ഥം കൂടി ഉണ്ട്, ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ. എ മാൻ വിത്ത് ഇനഫ് പേഷ്യൻസ്, ദീർഘക്ഷമയുള്ളവന്റെ അർത്ഥം. യെസ്, അങ്ങനെ ചില വാക്കുകൾക്ക് ഇംഗ്ലീഷ് മീനിങ് ഉണ്ടാവും, പേരുകൾക്ക് ഉണ്ടാവും. യെസ്, ഓക്കെ, താങ്ക് യു ഫോർ യുവർ ഒബ്സർവേഷൻ. യെസ്, അപ്പോ എ മാൻ വിത്ത് ഇനഫ് പേഷ്യൻസ്. ഇപ്പോ ജോസഫ്, ദ മാൻ എബൌട്ട് ടെംപ്റ്റേഷൻ, മീനിങ് ഉണ്ട്. അങ്ങനെ കുറെ പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ എപ്പോഴും നിങ്ങളുടെ പേരിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ പേരിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ പേരിന് ഒരു മീനിങ് ഉണ്ടെങ്കിൽ ആ മീനിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആദ്യം തുടങ്ങുന്നത് അവിടെ നിന്നായിരിക്കും. അപ്പൊ ഞാൻ എന്റെ പേരിനെ കുറിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പേരിൽ പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് പഠിച്ചു. അതെപ്പോഴും വേണ്ടതാണ്. നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണോ ഇന്റർവ്യൂവിന് വരുന്നത്, ആ നാട്ടിൽ പ്രശസ്തരായ ആളുകളുണ്ടെങ്കിൽ അവരെ കുറിച്ചുകൂടെ അറിഞ്ഞിരിക്കും. എഴുത്തുകാരോ മറ്റ് സ്പോർട്സിലോ കലയിലോ സാഹിത്യത്തിലോ എക്സ്പെർട്ടായ ആളുകൾ ആ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ചുകൂടി അറിഞ്ഞിരിക്കും. എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട് നിന്ന്. ഉടനെ ചോദ്യം ചോദിക്കുക, എസ്കേപ്പ് ഒറ്റക്കാട്ടെ. യെസ്, അപ്പൊ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. അത് മസ്റ്റാണ്. ഞാൻ 100% പറയാൻ കാരണം, യെസ്, ഓക്കെ, ഹരിത. യെസ്, ഞാൻ ഇന്ത്യൻ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. തൃശ്ശൂർ PSC ഓഫീസ് വെച്ച്. അപ്പൊ ഞാൻ അങ്ങനെ കയറിച്ചിരുന്നു. എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി പുള്ളി നോക്കി. PSC മെമ്പർ ഫസ്റ്റ് ചോദിച്ച ചോദ്യം, യുവർ നെയിം ഈസ് ജോ, ഹു ഈസ് ജോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. എനിക്കറിയാമായിരുന്നു, ഐ എക്സ്പെക്ടഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. കാരണം ഞാൻ കയറിയത് ഇന്റർവ്യൂ, ഇതൊക്കെ ഇത് ഫസ്റ്റ് ചോദ്യം അതായിരിക്കും എന്ന് എന്റെ മനസ്സിൽ പറഞ്ഞിരുന്നു. ആദ്യം ചോദിക്കുന്നത് ജോബ് ആരാണെന്നായിരിക്കും. യെസ്,
ഹു ഈസ് ജോബ്? അപ്പൊ എനിക്കറിയാൻ പറ്റും ബൈബിളില് ജോബ് എന്ന പേരിൽ സെയിന്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇറ്റ് ഇസ് എ സെയിന്റ് മെൻഷൻഡ് ഇൻ ബൈബിൾ. ഓ, പുള്ളിക്കത് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ പുള്ളി ചോദിച്ചു, വീണ്ടും ബൈബിളിൽ നിർത്തി വെച്ചു. ദിസ് ജോബ് ഹാസ് ഗോട്ട് എ ഫേമസ് കൊട്ടേഷൻ. ആ കൊട്ടേഷൻ പറയാൻ പറ്റും. ഏറ്റവും ഇംഗ്ലീഷായിട്ടാണ് പറഞ്ഞത്, കൊട്ടേഷൻ പറയാൻ. അപ്പൊ അതും ഞാൻ പ്രതീക്ഷിച്ച ചോദ്യമായിരുന്നു. അപ്പൊ അതും എനിക്ക് പറയാൻ പറ്റി. അങ്ങനെ പുള്ളി ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു 4 ചോദ്യം ചോദിച്ചു. അതൊക്കെ ക്ലീനായിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റും. അതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടിയോ. അപ്പൊ പുള്ളിയുടെ ചോദ്യം കഴിഞ്ഞതിന് ശേഷം അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, യു ആസ്ക് ദ ക്വസ്റ്റ്യൻ. അപ്പോഴാണ് പുള്ളി വേറെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചത്. പുള്ളി ചോദിച്ചൊരു ചോദ്യം, അന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത എന്താണെന്ന് ചോദിച്ചു. അപ്പൊ എനിക്കറിയാമായിരുന്നു അന്ന് അതിരപ്പള്ളിയില് ഒരു ജലവൈദ്യുത പദ്ധതി, അത് നോട്ട് ചെയ്യുന്ന പോയിന്റാണ്. നിങ്ങൾ ഇന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇന്നത്തെ പത്രത്തിലെ ഹെഡിങ് നോക്കിയിട്ടുണ്ടാവും, വായിക്കണ്ട. അപ്പൊ അത് നിങ്ങളെ കുറിച്ചൊരു മതിപ്പുണ്ടാക്കും. ഓ, ഈ ഇന്റർവ്യൂവിന്റെ ടെൻഷന്റെ ഇടയിലും ആനുകാലികമായിട്ടുള്ള വാർത്തകൾ ശ്രദ്ധിക്കാനായിട്ട് താല്പര്യമുള്ളൊരു കാൻഡിഡേറ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ അന്നായിരിക്കും പേപ്പർ ആദ്യമായിട്ട് നോക്കുന്നത്. അതൊക്കെ പോട്ടെ, എന്നാലും നമ്മൾ അത് നോക്കി വെക്കും. അപ്പൊ നമ്മൾ പറയുന്നത്, ഐ ഹാവ് നോട്ട് ഗോൺ ത്രൂ ദ ന്യൂസ് ഇൻ ഡീറ്റെയിൽ, ബട്ട് ഐ നോ ദ ഹെഡ്ലൈൻ. പിന്നെ ഹെഡ്ലൈൻ ഇന്നതാണ്, അതെങ്കിലും നമുക്ക് പറയാൻ പറ്റും. അതിരപ്പള്ളിയില് ജപ്പാന്റെ ഗവൺമെന്റിന്റെ കെയർ ഓഫിൽ ഒരു കുടിവെള്ള പദ്ധതി വരുന്നുണ്ട്. അതിന് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള സംഗതികൾ അനുവദിക്കണം. അതായിരുന്നു ഇന്നത്തെ ഹെഡിങ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു. യെസ്. പക്ഷെ ഇവിടെ കുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ റാങ്ക് ലിസ്റ്റ് വന്നപ്പോ വളരെ മുകളിലായിട്ട് ഞാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾ ബാങ്കിൽ കൊണ്ടുവന്ന് പൈസ ഇടുന്നത് പോലെ തന്നെയാണ് നിങ്ങളെ റെഡിയാക്കി. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. സാർ എത്ര ഇന്റർവ്യൂ പങ്കെടുത്തേക്ക് ആകെ മൊത്തം? സാർ എത്ര ഇന്റർവ്യൂ പങ്കെടുത്തേക്ക്? യെസ്. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞായിരിക്കില്ലല്ലേ? യെസ്. അപ്പൊ അത് തന്നെ എന്താണ്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇതിൽ എക്സ്പെർട്ട് ആവാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ പറയാം. പിന്നീട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് പാസ്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്ട് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ing. പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകങ്ങളെ കുറിച്ച് പറഞ്ഞു. ഓക്കെ സാർ നമ്മളെ ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നില്ലേ? ഗെയിംസ് ഗെയിംസ് ഉണ്ടായിരുന്നല്ലോ, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? എന്താ ഗെയിം അല്ലല്ലോ, ക്വസ്റ്റ്യൻ ചോദിക്കണേ. ആ യെസ് സാർ, അത് ഗെയിംസ് ഇതായിട്ടല്ലായിരുന്നോ? ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഷൈനി, ഇന്നത്തെ പാട്ടുകാരി ആരാണ്? തൻസി മെർലിൻ. തൻസിയും മെർലിനും. സാർ ഒരു ഡൗട്ട്. നേരത്തെ പറഞ്ഞ റിവറിൽ ബേബി അതിന്റെ ആൻസർ കറക്റ്റ് എന്തായിരിക്കും? സാർ എന്ത് പറഞ്ഞു? എനിക്ക് അതിൽ നിന്ന് അതിന്റെ ഉത്തരം പറയാൻ പറ്റിയില്ല. ഞാനത് കേൾക്കാത്തൊരു ചോദ്യമായിരുന്നു. എന്റെ പ്രിപ്പറേഷനിൽ വരാത്തൊരു ചോദ്യമാണെന്ന് ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ വിൽ ട്രൈ. ഞാൻ പറഞ്ഞു ആസ് ഐ ആം എൻ ഓഫീസർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഐ വിൽ ഹാവ് സബോർഡിനേറ്റ് വിത്ത് മീ എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, ഒറ്റയ്ക്കാവാൻ സാധ്യതയില്ല. ഞാൻ ഒറ്റയ്ക്കാവില്ല. പുള്ളി ഇടക്കിടക്ക് റിമൈൻഡ് ചെയ്തു ഞാൻ ഉത്തരം പറയുമ്പോൾ. അവിടെ പറഞ്ഞിട്ട് തന്നെ യു ആർ എൻ ഓഫീസർ. എന്റെ പുള്ളി യു ആർ എ ഗ്രേറ്റ് ഓഫീസർ. അപ്പൊ ഞാൻ പറഞ്ഞു ഇഫ് ഐ ആം എ ഗ്രേറ്റ് ഓഫീസർ ഐ വിൽ ഹാവ് സബോർഡിനേറ്റ് വിത്ത് മീ. With the help of them, I will try to save that baby. എന്താണ് ഞാനൊക്കെ പറഞ്ഞത്? സാർ അതിന്റെ ഉത്തരം ഞാനൊന്ന് പറഞ്ഞു സാർ. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു ഓഫീസർ ആവില്ല. അപ്പോ അവരെന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു ഓഫീസർ ആവണവർ നിങ്ങൾ എങ്ങനെ ആ കുട്ടീനെ ഇതാക്കുന്നു പറഞ്ഞാൽ ഞാൻ പറയും, ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഇങ്ങനെ ആവില്ല. സപ്പോസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് പറഞ്ഞാൽ ഞാൻ പറയും, ഒരിക്കലും ആവാത്ത കാര്യമാണല്ലോ നിങ്ങളിപ്പോൾ പറയണത്.
അപ്പൊ ഞാനും അതുപോലെ ഒരിക്കലും ആവാത്ത ഞാനൊരു സൂപ്പർമാനോ അല്ലെങ്കിൽ ഒരു സ്പൈഡർമാനോ ആയിട്ട് ഞാൻ ആ കുട്ടീനെ രക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ടാവും. യെസ്. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം ഷാനി. അതിപ്പോ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചാൽ മതി. വേറെ അന്ന് ചോദിച്ചൊരു ചോദ്യം പറഞ്ഞിട്ട് നിങ്ങൾ ഓർമ്മിപ്പിച്ചു. അപ്പൊ നമുക്ക് റെഡിയാക്കാം. ഓക്കെ ഓക്കെ. നമുക്ക് ഇതിലൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മള് കറക്റ്റ് ആയിരിക്കണം നമ്മുടെ മറുപടികള്. നമ്മുടെ മൂവ്മെന്റ് പോലും അത് ചെക്ക് ചെയ്യാനുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ. ഷാനി നോക്ക്, ഷാനി ഒരു സ്കൂൾ നടത്തുന്ന ഒരു ഓണറാണ്, സ്കൂളിന്റെ MD ആണെങ്കിൽ, നിങ്ങളാണ് ഒരു സ്കൂൾ നടത്തുന്നതെങ്കിൽ മോശമായിട്ടുള്ള ഒരാളെടുത്ത് ടീച്ചറിന്റെ അടുത്ത് ജോലിക്ക് നോക്കും. സ്കൂള് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഷാനി നടത്തുകയാണ്. അവിടെ ഒരു ടീച്ചറിന്റെ ഷാനി അപ്പോയിന്റ്മെന്റ് കൊടുക്കുമ്പോ ഒരു മോശമായ ഒരാളെ കൊടുക്കും. ഏറ്റവും ബെസ്റ്റ് ആണ് ഷാനി. ഒരു സിനിമ പിടിക്കാൻ പോകുകയായിരിക്കും, ഏറ്റവും നല്ല തിരക്കഥാകൃത്തിനെ വിളിക്കും, ഏറ്റവും നല്ല ഡയറക്ടറെ വിളിക്കും, ഏറ്റവും നല്ല പാട്ട് എഴുത്തുകാരനെ വിളിക്കും, ഏറ്റവും നല്ല മ്യൂസിക്, ഏറ്റവും നല്ലതാ വിളിച്ചോളൂ. ബിക്കോസ് യു ആർ ഇൻട്രസ്റ്റിംഗ് ദ വേൾഡ്. നമ്മൾ ആ ലെവലിൽ തിരിച്ചു നോക്കി. അപ്പൊ ഏറ്റവും നല്ലതിനെ വിളിക്കൂടെ? അത് ശരിയാവില്ല. അപ്പൊ ബെസ്റ്റായ ആളെ വിളിക്കും. ഇത് തന്നെയാണ് നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ. അതെ, വേറെ ആരെങ്കിലും ശരിയാവില്ല, അത് ഡാൻസിന് വിളിക്കാം, അവളെ ഞാൻ റെഡിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. അല്ലെങ്കിൽ മെർലിനെ വിളിക്കും, എന്നാലും ചെയ്യാവുള്ളൂ. അവിടെയാണ് നമ്മൾ നമ്മളിലേക്ക് നടന്നത്. യെസ്, ദാറ്റ് ഈസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അവർ. നമ്മുടെ ഉള്ളിലേക്ക് നടന്നത്. ഓക്കെ, നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോ ഡാൻസ് റെഡി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മെർലിൻ, ആർ യു റെഡി? ഞാൻ അറിഞ്ഞിട്ടില്ല സാർ, ഞാൻ പാടണ്ടേന്ന്. സാർ അന്ന് തസ്ലി എന്നങ്ങാനാ പറഞ്ഞ. ഞാൻ ഇതില് തസ്ലി എന്നുള്ള പേരുണ്ടായിരുന്നു. എനിക്ക് പാടാൻ മടിയൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ ഇപ്പൊ പുറത്തായത് കൊണ്ടാ. ഭയങ്കര നോയ്സ് അവിടെ സ്കൂളിലെ ഉള്ളു. അപ്പൊ ആരായിരുന്നു ഷാനി? രണ്ടുപേര് ആരൊക്കെയായിരുന്നു? സാർ മെർലിനുണ്ട്, തൻസിന്ന് ഞാൻ പറഞ്ഞു, തസ്ലീന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നീയല്ല മുത്തേ പറഞ്ഞ, സാറ് പറഞ്ഞത് അന്നത്തെ. സാറിന് പറഞ്ഞത് തൻസിനല്ലേ പറഞ്ഞത്? തസ്ലി എന്ന് പറയുന്ന പേര് അങ്ങനെ ഒരു കുട്ടിയുള്ളതായിട്ട് എനിക്ക് അറിയില്ല കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. മെർലിൻ, ആർ യു റെഡി? യെസ്, അത് കണ്ടിന്യൂ. മെർലിന്റെ പാട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, പഠിക്കൂ. നാട്ടുമാവിലൊരു മൈന കൂട്ടുകൂടുമോ മൈന, എൻ കിനാവിലെ കൂട്ടിനുള്ളിലെ മായാമൈന, നീ എൻ മൈന. നാട്ടുമാവിലൊരു മൈന കൂട്ടുകൂടുമോ മൈന, എൻ കിനാവിലെ കൂട്ടിനുള്ളിലെ മായാമൈന, നീ എൻ മൈന. പോരെ സാർ? ഞങ്ങൾ ഇനിയും ബാക്കി എന്തെങ്കിലും വെച്ച് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ താങ്ക്സ്. അടുത്ത ക്ലാസ്സിലേക്ക് ഏറ്റിട്ടുണ്ട്. ഒരാളെ കൂടി ഷാനി സെലക്ട് ചെയ്തിട്ട് അവരെ അറിയിച്ചോളൂ. സോ മെർലിൻ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. Yes, okay, 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 okay. So we will meet in the next class. Till then, bye. Okay. Thank you, sir. Thank you, Okay, sir. thank you, sir. Okay, okay, okay. Sir. Okay.